ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രേണു ചേച്ചിൻ്റെ ലേറ്റസ്റ്റ് ഒരു വീഡിയോ തന്നെ തുടങ്ങാം നമുക്ക്. എനിക്കും ആ പയ്യനും ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. 22 അല്ല 20 വയസ്സാണ്. എനിക്ക് ഇഷ്ടമാണെങ്കിൽ അവൻ ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. 21 അതല്ല 21 ഇപ്പൊ ഏജ്. ഓക്കെ, അല്ല കല്യാണം കഴിക്കണം. അപ്പൊ 21 ആണേലും എനിക്ക് 34, ചെറുക്കന് 21 ആണേലും ഞങ്ങൾ രണ്ടും എന്താലേ പറയുന്നത് എന്താന്നുള്ള ബോധം പോലും രേഷ്മ പി തങ്കച്ചനില്ല. എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത് സോഷ്യൽ മീഡിയന്റെ ഫ്രണ്ടിൽ വന്നിട്ട്. ഒരു ഇത്തിരി ബോധമുള്ള ആരും ഇതുപോലുള്ള പ്രവർത്തികൾ ചെയ്തു കൂട്ടില്ലല്ലോ. അവരാര് വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ. അവർക്ക് ഓരോരുത്തർ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സാണ്. എത്ര പ്രായത്തിന് മൂത്തവരെ ആയാലും ഇളയവരെ ആയാലും അവർക്ക് ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷെ ഒന്ന് ചിന്തിക്കുക, ഈ 20ഉം 21ഉം വയസ്സുള്ളവരെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പം സ്വന്തം മകൻ കിച്ചുവിന് 20-21 വയസ്സ് എന്തോ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ കല്യാണം കഴിക്കുമ്പോൾ സ്വന്തം മകനെ കൂടി ഓർക്കുന്നത് നന്നായിരിക്കും. ഉദ്ദേശിക്കുന്നത് എനിക്ക് ഞാൻ സുധിച്ചേട്ടന്റെ മരണ ദിവസമാണ്, അതായത് ജൂൺ 5-ന്. ചടങ്ങൊന്നുമില്ല, ആരെയും ക്ഷണിക്കുന്നുമില്ല. എന്നും കൂടെ പറയാണ്, ചടങ്ങൊന്നുമില്ല. കാരണം 3ാമത്തെ വർഷമാണ്. ചടങ്ങുമില്ല, ആരെയും ക്ഷണിക്കുന്നുമില്ല. നമ്മൾ പോയി തിരികത്തിച്ചു പള്ളിയിൽ പ്രാർത്ഥന ഒന്നുമില്ല. ഓർമ്മ ദിവസമൊക്കെ ആൾക്ക് ഓർമ്മയുണ്ടോ ആവോ? ഈ കുറച്ച് നാള് മുമ്പല്ലേ പറഞ്ഞത് എൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മ ദിവസമൊന്നും എനിക്ക് ഓർമ്മയില്ല, അങ്ങനത്തെ ദുരന്ത ദിവസമൊന്നും ഞാൻ ഓർത്ത് വെക്കാറില്ല എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഈ ഓർമ്മ ദിവസം ഇവരൊക്കെ കാട്ടിക്കൂട്ടിയത് അലൻ ജോസ് പെരേരയുടെ കൂടെ ഡാൻസും പാട്ടും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇനി ഈ വർഷം എന്താണോ ആവോ കാട്ടിക്കൂട്ടാൻ പോകുന്നത്. മാത്രം സ്വന്തമായിട്ട് പോയി പ്രാർത്ഥിക്കും, തിരിച്ചു വരും. അന്ന് എന്റെ ഒരു ആഗ്രഹം നമ്മുടെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ കുട്ടികളുടെ ഒപ്പം പോയിരുന്ന് ഫുഡ് കഴിക്കുക എന്നാണ്. എനിക്ക് തോന്നുന്നത് അടുത്ത ദിവസം ചിലപ്പോൾ ഞാനിന്ന് പുറത്തു പോകുമായിരിക്കും, ഒരു ചിലപ്പോൾ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഷൂട്ടോ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കാണത്തില്ലായിരിക്കും, മക്കളെ വിടും. ഭർത്താവിന്റെ ഓർമ്മ ദിവസം ഒന്നും ഞാൻ കാണില്ല. കാരണം ഞാൻ അന്നൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും. ഭയങ്കര ബിസി ഷെഡ്യൂളുള്ള ആൾക്കാരല്ലേ, അന്നൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും. അന്ന് ഞാൻ വേറെ വല്ലവരും ആയിരിക്കും വിടുക. നാണം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഇവർക്ക്. സ്വന്തം ഭർത്താവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ചിലവർ പറയും അതൊക്കെ അവരെ ഇഷ്ടമല്ലേ, മരിച്ചു പോയില്ലേ എന്നൊക്കെ പറഞ്ഞു വരാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. എനിക്ക് പിന്നെ അടിപൊളിയല്ലേ, ആ ലൈവ് കാരണം എനിക്ക് നേട്ടങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഒരു ഇത്തിരി ഉളുപ്പ്. ഞാനതല്ല ആലോചിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഇത്രയും ദാരിദ്ര്യമാണോടെ? ഇവളെയൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് ഇരുന്ന് കാണാൻ മാത്രം ദാരിദ്ര്യമാണോ നമ്മുടെ നാട്ടിൽ? പിന്നെ ഹൻസികേൻ്റെ ആ ഒറ്റൊരു വീഡിയോ കൊണ്ട് ഇഷ്ടംപോലെ സബ്സ്ക്രിപ്ഷൻ വാരിക്കൂട്ടി. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ സബ്സ്ക്രിപ്ഷൻ കൊണ്ട് തന്നെ ഒരുപാട് നല്ല ഇൻഫോർമേറ്റീവായിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട്. ഇവളെയൊക്കെ സബ്സ്ക്രിപ്ഷനും ലൈവും വീഡിയോയും കാരണം ഇപ്പം സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.